ഹായ് വേഴ്സ്, അപ്പോൾ നമ്മുടെ ഓണം വരാറായി. ഓണത്തിന് മാവേലിയെ കാത്തിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഓണം റിലീസിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ മറ്റന്നാൾ 28-ന് ഓഗസ്റ്റ് 28-ന് ഒരുപാട് മൂവി വരുന്നുണ്ട്. 4 മൂവിയാണ് മേജറായിട്ട് വരുന്നത്. നമ്മുടെ ലാലേട്ടൻ്റെ, ഫഹദ് ഫാസിലിൻ്റെ, അതുപോലെ തന്നെ നസ്ലിൻ്റെ, അതുപോലെ പുതിയൊരു അപ്കമിങ് ആക്ടേഴ്സിൻ്റെ ഒരു മൂവി കൂടെ വരുന്നുണ്ട്, നമ്മുടെ മേനെ പ്യാർ കിയ എന്ന് പറഞ്ഞിട്ട്. അപ്പം ടോട്ടൽ നമ്മുടെ ലോകയുണ്ട്, ലോക, നമ്മുടെ കല്യാണി പ്രദേശം, നസ്ലിനൊക്കെയാണ് വരുന്നത്. ലോകയുണ്ട്, പിന്നെ ഹൃദയപൂർവ്വം ലാലേട്ടൻ സത്യനിക്കാട് മൂവി, ഓടും കുതിര ചാടും കുതിര നമ്മുടെ ഫഹദ് ഫാസിൽ മൂവി, അതുപോലെ തന്നെ മേനെ പ്യാർ കിയ, അതൊരു പുതിയ ആൾക്കാരാണ് മൂവി പിന്നെ അഭിനയിക്കുന്നതൊക്കെ. അപ്പം ഇതുവരെ ട്രെയിലറും ടീസറും ഒക്കെ ഇറങ്ങിയതിൽ വെച്ച് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക, അതുപോലെ ഹൃദയപൂർവ്വമാണ്. ലോകയുടെ ട്രെയിലർ ഇന്നലെ റിലീസായിട്ടുണ്ടായിരുന്നു. പെട്ടയായിട്ടാണ് കേട്ടോ. ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ഗ്രാഫിക്സ് വർക്കുകളൊക്കെ അടിപൊളിയാണ്. ദുൽഖർ സൽമാൻ കേരളത്തിൽ സംഭവം എടുത്തിരിക്കുന്നത്, വിതരണാവകാശമൊക്കെ. അപ്പം ഒരുപാട് സ്റ്റാർകാസ്റ്റൊക്കെ ഉണ്ട്. അടിപൊളി വർക്കാണ് കേട്ടോ. ഗ്രാഫിക്സ് വർക്കൊക്കെ ഒരു രക്ഷയില്ല, അന്യായ വർക്കാണ്. സൂപ്പർ ഹീറോ മൂവിയാണ് സംഭവം. കല്യാണി പ്രിയദർശനാണ് മെയിനായിട്ട് അതിനകത്ത് ലീഡ് റോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നെസ്ലിനുണ്ട്, ചന്തുണ്ട്, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് അതിൽ. അപ്പം ട്രെയിലർ ഇറങ്ങിയതിൽ വെച്ച് ഭയങ്കര ഹൈപ്പാണ് കേട്ടോ ഇപ്പം ലോക എന്ന് പറഞ്ഞിട്ടുള്ള മൂവിക്ക്. അപ്പം ലോക എന്ന മൂവി ഐ തിങ്ക് ചിലപ്പം ഓണം വിന്നറാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ സംശയത്തിൽ പറയാൻ കാരണം, ഓപ്പോസിറ്റ് വരാൻ പോകുന്ന പടം നമ്മുടെ സ്വന്തം പൂക്കി ലാലേട്ടൻ്റെ ആണ്. ലാലേട്ടൻ്റെ പടത്തിന് അറിയാല, ഒരു ആവറേജ് റെസ്പോൺസ് കിട്ടിയാൽ കൂടെ ലാലേട്ടൻ്റെ പടം അങ്ങ് ലെവലാകും, അങ്ങ് ഹൈ ലെവലിലെത്തും. പിന്നെ 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമായിരിക്കും മത്സരിക്കേണ്ടത്. അതായത് ലോകയും, ഓടും കുതിര ചാടും കുതിര, മേനെ പ്യാർ കിയ ചെയ്യുന്ന സിനിമകൾ. കാരണം ലാലേട്ടൻ്റെ പടത്തിനൊരു പ്രത്യേകതയുണ്ട്. ഫ്ലോപ്പ് ആണെങ്കിൽ അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും. പക്ഷേ ഒരു ആവറേജ് റെസ്പോൺസ് എങ്കിലും കിട്ടിയെങ്കിൽ പിന്നെ തിയേറ്റർ പൂരപ്പറമ്പായിരിക്കും. അപ്പം ഹൃദയപൂർവ്വത്തിൻ്റെ ഇന്ന് ഒഫീഷ്യലായി ട്രെയിലർ ലോഞ്ച് ആയിട്ടുണ്ട്. നല്ല ട്രെയിലറാണ് കേട്ടോ. ടീസർ പോലെ തന്നെ അടിപൊളി ട്രെയിലറാണ്. ഒരു നല്ല ഫാമിലി മൂവി നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. സത്യനന്ദിക്കാടിൽ നിന്ന് ലാലേട്ടൻ്റെ വക അത്യാവശ്യം നല്ല മൂവി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഓണം ആൾക്കാർ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന മൂവി ഓണത്തിന് നമ്മുടെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വമായിരിക്കും. അതുപോലെ തന്നെ ഒപ്പം ഇന്നലത്തെ ട്രെയിലറോടുകൂടി ലോകയും ഏകദേശം ആ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ ഓടും കുതിര ചാടും കുതിര അൽത്താഫ് ഡയറക്റ്റ് ചെയ്യുന്ന ഞണ്ടുകളുടെ നാട്ടിൽ ഇടവേളയ്ക്ക് ശേഷം. അപ്പോൾ അതിൻ്റെ ട്രെയിലർ എനിക്ക് അത്ര വലിയ വർക്കൗട്ട് ആയില്ല. കണ്ടിട്ട് വലിയൊരു എൻഗേജിങ് ആയിട്ട്, എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നിയില്ല. പക്ഷേ ചിലപ്പം അതായിരിക്കാം വിന്നർ. കാരണം അദ്ദേഹത്തിൻ്റെ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന് പറയാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു മൂവിയാണ്, നിവിൻ പോളിയെ വെച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ട്രെയിലർ നമ്മൾ വിചാരിച്ച അത്രയ്ക്കും അങ്ങോട്ട് വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എങ്കിലും നമുക്ക് ഫഹദ് ഫാസിലുള്ള വിശ്വാസം, അതുപോലെ തന്നെ അൽത്താഫിലുള്ള വിശ്വാസമുണ്ട്. ചിലപ്പം വളരെ നന്നായിട്ട് മൂവി വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ഫൈസൽ ഫൈസുദ്ദീൻ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന മേനെ പ്യാർ കിയ എന്ന് പറഞ്ഞ ഏകദേശം എല്ലാം പുതിയ ആൾക്കാരാണ്. ആ പടവും വരുന്നുണ്ട്. ഈ ലോക, ഹൃദയപൂർവ്വം എന്നീ 2 മൂവികൾ റിലീസാകുന്നത് 28-നാണ്. ഓടും കുതിര ചാടും കുതിര 29-നാണ് റിലീസാവുന്നത്. പിന്നെ മേനെ പ്യാർ കിയ ഉണ്ട്. അപ്പോൾ ഈ 4 മൂവിയിൽ ഏത് മൂവിയാണ് ഓണം വിന്നറാകാൻ പോകുന്നതെന്ന് ഒരു ഐഡിയയുമില്ല. മിക്കവാറും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലോക അല്ലെങ്കിൽ ഹൃദയപൂർവ്വമായിരിക്കും സംഭവം ഓണം വിന്നർ എന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്കത് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. കാരണം സിനിമയുടെ കാര്യമാണ്. ട്രെയിലർ കണ്ടത്, ടീസർ കണ്ടതൊക്കെ വെച്ച് നോക്കി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഹൃദയപൂർവ്വത്തിന് വളരെയധികം ചാൻസ് ഉണ്ട് വിന്നാകാൻ വേണ്ടി. പ്രത്യേകിച്ച് ഒരു ലാലേട്ടൻ പടം, അറിയാമല്ലോ ലാലേട്ടൻ പടം വന്നു കഴിഞ്ഞാൽ ഉള്ളൊരവസ്ഥയെപ്പറ്റി. പ്രത്യേകിച്ച് സഞ്ചരിത്തിങ്കാട്ടിലൂടെ ചെയ്യുന്ന പടം എന്ന് പറയുമ്പോൾ ഫാമിലി ഓഡിയൻസിനൊക്കെ വൻ പ്രതീക്ഷ, വൻ ഹൈപ്പാണ്. സംഭവം ഹൃദയപൂർവ്വത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയ കാര്യമായിട്ട് ഇതിന് പിന്നെ പ്രൊമോഷനൊന്നും കൊടുക്കുന്നില്ല. ചെറിയ ചെറിയ ഇൻ്റർവ്യൂ ഒക്കെ ലാലേട്ടൻ ചെയ്തുകൊണ്ട്, സത്യനിക്ക ചെയ്തു പോകുന്നുണ്ട്. അതല്ലാണ്ട് സംഗീത് പ്രതാപ് ചെറിയ ഇൻ്റർവ്യൂ ഉണ്ട്. അതല്ലാണ്ട് വലിയ പ്രൊമോഷൻ ഹൈപ്പൊന്നും നമ്മൾ എമ്പുരാനി കണ്ട പോലെ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഓവർ എക്സ്പെക്റ്റേഷൻ വരാതിരിക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം സംഭവം നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് വന്ന തുടരും വന്ന പോലെ തന്നെ ചെറിയ ലോ പ്രൊമോഷനാണ് പടം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാർക്ക് നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ ലോക അറിയാലോ, ട്രെയിലർ റിലീസായി പിന്നെ വൻ എക്സ്പെക്റ്റേഷനാണ്, വൻ ഹൈപ്പാണ്. ഒരു അന്യായ പടമായിരിക്കുമെന്ന് വിശ്വാസമുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററാണ് ലോക എന്നുള്ളത്. ഇനി ചിലപ്പോൾ അടുത്ത ഈ ചാപ്റ്റർ വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ വരുമായിരിക്കും. അതിനകത്ത് ഗസ്റ്റ് റോളിലൊക്കെ ടോവിനോ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു, അറിയാൻ പാടില്ല. പിന്നെ ഓടും കുതിര ചാടും കുതിരയൊക്കെ അത്യാവശ്യം നല്ലൊരു മൂവി ആയിരിക്കും എന്ന് വിചാരിക്കാം. ഓടും കുതിര ചാടും കുതിരയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻ്റർവ്യൂ ചെയ്ത് അവർ മാർക്കറ്റ് ചെയ്ത് പോകുന്നുണ്ട്. മേനെ പ്യാർ കിയയെക്കുറിച്ച് അത്ര വലിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒന്നും കാണാനില്ല, വലിയ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ഒന്നും കാണാനില്ല. കാരണം ഇത്തരം 3 വലിയ ബിഗ്
ബഡ്ജറ്റ് പടങ്ങൾ വരുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് അതിനിടയ്ക്ക് മുങ്ങിപ്പോയി, ചിലപ്പോൾ അത് നല്ല പടമായി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം കോളടിച്ചിരിക്കുന്ന കല്യാണി പ്രിയദർശനാണ്. കല്യാണി പ്രിയദർശൻ 2 മൂവിയാണ്, നായികയായിട്ട് 2 മൂവിയാണ് ഓണത്തിന് റിലീസാകുമ്പോൾ. ഒന്ന് ലോക, ഒന്ന് നമ്മുടെ ഓടും കുതിര ചാടും കുതിര. 2 ഹിറ്റ് അടിച്ചാൽ കല്യാണി പ്രിയദർശൻ്റെ ലെവൽ വേറെ ആയിരിക്കും. ലോകയിൽ നമ്മൾ ട്രെയിലറിൽ കണ്ടതനുസരിച്ച് കല്യാണി പ്രിയദർശൻ വേറെ ലെവലാണ്. ഓടും കുതിര ചാടും കുതിരയിലൂടെ സെറ്റായി കഴിഞ്ഞാൽ ഓണം മിക്കവാറും കല്യാണി പ്രിയദർശൻ തൂക്കും. പക്ഷേ ഇപ്പുറത്ത് ലാലേട്ടനാണുള്ള, ലാലേട്ടൻ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഏത് സമയം എന്തും സംഭവിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് 29th ഓടും കുതിര ചാടും കുതിര കേട്ടോ. 28th ലോക, അതുപോലെ തന്നെ നമ്മുടെ ഹൃദയപൂർവ്വമുണ്ട്. മറ്റന്നാളാണ് റിലീസ് വരുന്നത്. അപ്പം നമുക്ക് എന്തായാലും നോക്കാം ഓണം വിന്നർ ആരായിരിക്കും എന്ന്. ലാലേട്ടൻ, പൂക്കി ലാലേട്ടൻ ഈ ഓണം തൂക്കുമോ, അതായത് പൂക്കി ലാലേട്ടൻ ഈ ഓണം തൂക്കുമോ നമുക്കറിയാം. എന്തായാലും സംഗീത് പ്രതാപിൻ്റെ, ലാലേട്ടൻ്റെ ഒക്കെ. പിന്നെ സത്യനന്ദിക്കാരൻ്റെ മൂവിയെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാം പുതിയ ആൾക്കാരാണ് കേട്ടോ. പഴയ സിനിമ സത്യനന്ദിക്കാരൻ്റെ മൂവിയിലെ പോലെ പഴയ ആൾക്കാരൊന്നും അല്ല സിനിമയിലുള്ളത്. മൊത്തം ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അത് മ്യൂസിക് സൈഡാണെങ്കിലും ശരി, അഭിനയിക്കുന്നവരുടെ സൈഡാണെങ്കിലും മൊത്തത്തിൽ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് 2 ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യാം.